ചെടികൾക്ക് പച്ചക്കറികൾക്ക് എല്ലാം സ്പ്രേ ചെയ്താലേ പുഴു മുതലായവ വരത്തില്ല. ധാരാളം പൂവും കായും ഉണ്ടാകും. ഇന്ന് കുറച്ച് ചാള ഇട്ടിട്ടുണ്ട്. 1 കിലോ ചാള വാങ്ങിച്ചു. ചാള വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ തലയും കുടലും ഇതുപോലെ എടുക്കണം. തലയും കുടലും അതിൻ്റെ വയറ് ഇത്ര എടുത്തതിന് ശേഷം ഇത് നമ്മൾ വറക്കുകയോ കറി വയ്ക്കുകയോ ചെയ്യാം. ഇത് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ചാളയുടെ തല. ഇതാണ് മെയിനായിട്ട് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടത്. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് ശർക്കര, ഒരു 250 ശർക്കര, കുറച്ച് ഇത്രയും ശർക്കര പൊടിച്ചത് അടിയിലിടണം. അതിൻ്റെ മുകളിൽ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാളയുടെ തല ഇങ്ങനെ ഇടുന്നു. വീണ്ടും ഒരു ലെയർ ശർക്കര, അതിൻ്റെ മുകളിൽ കുറച്ച് തല വീണ്ടും ഇടണം. അങ്ങനെ വീണ്ടും ഇട്ടതിന് ശേഷം ലാസ്റ്റ് വരുന്ന ശർക്കര കൂടെ ഇതിൻ്റെ മുകളിലിടണം. മുകളിലിട്ടിട്ട് മിക്സ് ചെയ്യണ്ട, ഇങ്ങനെ ഇട്ടാൽ മതി. ഇങ്ങനെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ മുറുക്കി അടയ്ക്കണം. ഇതുപോലെയുള്ള കുപ്പിയിൽ മുറുക്കി അടച്ച് വായു കയറാതെ ഒരു സ്ഥലത്ത് വെക്കണം. എന്നിട്ട് 3 ദിവസം കഴിയുമ്പോൾ നമ്മളിത് എന്തെങ്കിലും ഒരു നീളമുള്ള തവിയോ എന്തെങ്കിലും ഒരു കമ്പൗണ്ട് നല്ലതുപോലെ ഇളക്കണം. അങ്ങനെ എല്ലാ ആഴ്ചയിലും 2-3 പ്രാവശ്യം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം 1 മാസം ഇതിങ്ങനെ വെക്കണം. വെക്കുമ്പോൾ അത് നല്ല പരുവാകും. ഇത് ഞാൻ 3-4 വർഷത്തിന് മുമ്പേ ഉണ്ടാക്കിയ ഫിഷ് അമിനോ ആസിഡാണ്. ഇതുപോലെ ഒരു സ്പൂണിലെടുക്കണം. ഒരു സ്പൂണിലെടുത്തിട്ട് അരിച്ച് 1 സ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ചെടികൾക്ക് പച്ചക്കറികൾക്ക് എല്ലാം സ്പ്രേ ചെയ്താലേ പുഴു മുതലായവ വരത്തില്ല. ധാരാളം പൂവും കായും ഉണ്ടാകും. ഏറ്റവും നല്ല ജൈവവളമാണിത്. ഞാനിതാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്.